ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓട്ടൊക്കെ ഇലക്ഷൻ്റെ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഏട്ടനും കൂടി ലീവ് ഉണ്ട്. അപ്പോൾ വെറുതെ വീട്ടിൽ ഇരുന്ന് ബോർ അടിക്കണ്ടല്ലോ എന്ന് കരുതി ഇപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ആണ് ഇത് കണ്ടത്. നല്ല രസമുണ്ടല്ലേ? അതേപോലെ തന്നെ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഞങ്ങൾ പിന്നെ KMS ആയിരുന്നു ഫസ്റ്റ് പോയിരുന്നത്. അവിടെ അറിയാലോ, ബീഫ് ഇച്ചിരി ഫേമസ് ആണ്. അവിടെ ബീഫ് മാത്രമാണ്. ഞങ്ങളവിടെ 3 ഐറ്റമാണ് ട്രൈ ചെയ്തത് ബീഫിൻ്റെ ഒപ്പം. ഒന്ന് കപ്പ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ, പിന്നീട് പത്തിരി ഉണ്ടായിരുന്നു, പിന്നീട് പഴംപൊരി. ഞാൻ ആദ്യമായിട്ടാണ് പഴംപൊരി ട്രൈ ചെയ്യുന്നത്. കിട്ടില്ലായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. ഇനി ഞങ്ങൾ അടുത്തത് പോകുന്നത് സുഖേട്ടൻ്റെ ചായക്കടയിലോട്ടാണ്. അവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് തിരിച്ച് റിട്ടേൺ അടിക്കണം. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ആനേനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. 3 വലിയ ആനയും ഒരു കുട്ടി ആനയും ഉണ്ടായിരുന്നു. ആദ്യം അതൊന്ന് ഫ്രണ്ടിലോട്ട് വന്നു. അപ്പം ഞങ്ങൾ പേടിച്ചു പോയി, എല്ലാം കാണാൻ ഇനി ഇടിക്കാനോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്ന്. എന്തായാലും ഭാഗ്യത്തിന് അതുണ്ടായില്ല. അപ്പോൾ നമുക്ക് പോവാം, വരും. ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിയിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ ഇത്. ഇതുവഴിയാണ് നമ്മൾ ചെകാടിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ വണ്ടി നിർത്താനോ ഇറങ്ങാനോ ഒന്നും പാടില്ല. അത് ഡേഞ്ചറുമാണ്. കാരണം മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളതാണ്. റോഡിൽ പൊതുവെ തിരക്കും കുറവാണ്, വണ്ടികളും കാര്യമൊന്നും തീരെയില്ല. ഈ റൂട്ടിലൂടെ വരുമ്പോൾ കാണുന്ന ഒരു വീടാണ് കേട്ടത്. വീട് തന്നെ തോന്നുന്നുണ്ട്. കുറേ റീലും കാര്യമൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാണ് ഇപ്പോൾ നേരിട്ട് കാണുന്നത്. ഈ റൂട്ട് കുറച്ച് കഴിയുമ്പോൾ എത്തുന്നത് കുറുവാദ്വീപിലോട്ടുള്ള റൂട്ടിൻ്റെ സെയിം ആണ് കേട്ടോ. അപ്പോൾ കുറുവാദ്വീപിലോട്ട് എത്തണ്ട, അതിന് എത്തുന്നതിന് മുന്നേ നമ്മൾ ഒരു ടേൺ എടുത്തിട്ട് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ റൂട്ടിൽ ആനയെ കാണുമെന്ന് വിചാരിച്ചല്ല, പക്ഷെ അപ്രതീക്ഷിതമായിട്ടതും വന്നത്. അവിടെ നിർത്തിയിട്ട് കാറിൻ്റെ ഫ്രണ്ടിലോട്ട് ഓടി വരികയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കണ്ടപ്പോഴേ ബൈക്ക് നിർത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നൈസിന് വിട്ടു പോയത്. 3 വലിയ ആനകളും അതിനൊപ്പം ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുള്ളത് കൊണ്ടാണ് തോന്നുന്നത് വലിയ ആനകൾക്ക് ഇങ്ങനെ ആക്രമിക്കാൻ വരുന്ന പോലെയൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നോർമലി മറ്റുള്ള ദൂരെ ആകുമ്പോൾ അവിടെ നിൽക്കില്ല, നമ്മൾ അടുത്തോട്ട് അങ്ങനെ ഓടി വരുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് അങ്ങനെ ഓടി വന്നതൊക്കെ. പിന്നെ തിരിച്ചങ്ങോട്ട് തന്നെ കയറി അവിടെ തന്നെ അപ്പുറത്തോട്ട് തിരിഞ്ഞു വന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പിന്നെ മെല്ലെ പോയത്. ഈ ചെകാടി എന്ന് പറയുന്ന ഒരു കാർഷിക ഗ്രാമമാണ് കേട്ടോ. വയനാട്ടിലുള്ള കൂടുതലും കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടേക്ക്. അത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ സൈഡിലൊക്കെ നെൽകൃഷിയാണ്. അപ്പോൾ നെല്ലൊക്കെ കൊയ്യാനായിരിക്കുക, നമ്മൾ മഞ്ഞ കളറായിരിക്കുന്നു. ഞങ്ങൾ ശരിക്കും തന്നെ വോട്ടിൻ്റെ അന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അന്ന് പോയ സമയത്തൊക്കെ വയലിലൊക്കെ നിറയെ പല പാട്ടുകാരും കൊടികളും കാര്യം ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ കാണാൻ പറ്റും. മാപ്പിൽ സെർച്ച് ചെയ്താൽ പാടി ഫീൽഡ് വ്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ലൊക്കേഷൻ കേട്ടത്. 2 സൈഡിലും നെല്ലാണ്, നടുക്ക് കൂടെ റോഡും. അങ്ങനെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് ഇവിടെ. സൺസെറ്റൊക്കെ കാണാൻ ഇവിടത്തേക്കാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇറങ്ങാൻ പോകുന്നത്. റോഡ് വളരെ മോശമാണ്, മൊത്തം പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. തിരഞ്ഞെടുപ്പും കാര്യമൊക്കെ വരുന്നുണ്ട്, പക്ഷെ റോഡൊന്നും ഇതുവരെ നന്നാക്കിയിട്ടില്ല. ഇത് നമ്മൾ ഇൻട്രോൻ്റെ അവിടെ കണ്ട ആ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇത് ചെകാടി ബ്രിഡ്ജ് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അതിന് താഴെയുള്ള കാഴ്ചയാണിത്. അങ്ങനെ ആ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മളെ സുഖേട്ടൻ്റെ ചായക്കടയൊക്കെ വരുന്നത്. അതുകൊണ്ട് പണ്ടൊക്കെ നല്ല ഫേമസ് ആയൊരു സ്പോട്ട് തന്നെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ അധികമൊന്നും കാണാറില്ല. ഇതോട്ട് പോകുന്ന വഴി കേട്ടോ. ഞങ്ങൾ സുഖേട്ടൻ്റെ ചായക്കട കയറിയിരുന്നു. അവിടെ ആരും ഇല്ല. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഈ സ്പോട്ട് കണ്ടപ്പോൾ ഒന്ന് നിർത്തി തന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ. ഇന്നൊന്നുമില്ല, ഇനി ഞങ്ങൾ തിരിച്ച് പോവാണ്. തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇനി വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഇവിടെ എന്ന് തോന്നുന്നു. ഈ കാണുന്ന കേട്ടോ സുഖേട്ടൻ്റെ ചായക്കട. വോട്ടൊക്കെ ആയതുകൊണ്ട് തോന്നുന്നൊന്നും തുറന്നിട്ടില്ല. അതിപ്പോൾ തുറക്കലില്ലേ എന്താ അങ്ങനെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല.
ഇപ്പോൾ നെല്ലൊക്കെ കാണാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളൂ. ഇത് കൊയ്ത്തിന് റെഡി ആയിട്ടിരിക്കണം നെല്ല കേട്ടോ. എല്ലാം ആയിട്ടുണ്ട്. കുറേ സ്ഥലമൊക്കെ കൊയ്ത് പോയി. ഇത് ബാക്കി ഇനി കൊയ്യാനുള്ള ഏരിയകളാണ്. ഇതുണ്ടോ നല്ല കൊയ്യാനായിരിക്കുന്ന നെല്ലുകൾ. ഇപ്പോൾ വയനാട്ടിൽ ഈ ഏരിയ പുൽപ്പള്ളി ചെഗാടി ഏരിയയിലൊക്കെയാണ് കൂടുതൽ നെല്ലുള്ളത്. അല്ലാത്ത ഏരിയകളിലൊക്കെ നെല്ലങ്ങനെ ഇല്ല, മൊത്തം പോയി. അപ്പോൾ വാഴയും കപ്പ അങ്ങനത്തെ കൃഷികളൊക്കെയാണ് കൂടുതലും. ഇവിടെ നെല്ല് കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തി നോക്കിയത്. ഇവിടെ നിന്ന് പറിച്ചൊരു അരിമണിയാണ് കേട്ടോ, ഫ്രഷ് സാധനം. അവളെക്കാളും വലുപ്പമുണ്ട് അവളുടെ ഹെൽമെറ്റ്. സത്യത്തിൽ എൻ്റെ ഹെൽമെറ്റാണ്, ഇപ്പോൾ അവളാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് അവളുടെ ഹെൽമെറ്റ് ഇപ്പോൾ ഞാനിടുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മളത് ഇരുട്ടാവുന്നതിന് മുന്നേ ഇറങ്ങിയിട്ടോ. ഇത് ഇനിയും തിരിച്ച് നമ്മൾ ഈ ഫോറസ്റ്റിലൂടെ തന്നെ വേണം പോകാൻ വേണ്ടിയിട്ട്. പോകുമ്പോൾ നമ്മൾ ആനേനെ കണ്ട സ്ഥലത്ത് തിരിച്ചു വരുമ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അവർ എവിടെയും പോയിട്ടൊന്നുമില്ല, ആ ഏരിയയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു മൂന്നും കൂടെ. ഞങ്ങൾ പിന്നെ വണ്ടി നിർത്താനൊന്നും ശ്രമിച്ചില്ല, നേരെ അങ്ങ് പോന്നു. അത് വൈകുന്നേര സമയം പിന്നെ ആനകളുള്ളതുകൊണ്ട് പിന്നെ അത്ര സേഫ് അല്ലല്ലോ ഇറങ്ങുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ അങ്ങ് പോന്നു. തിരിച്ചു വരുന്ന റൂട്ടിൽ തന്നെ വേറൊരു നെൽവയലും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ചുകൂടി നല്ല പച്ചയായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ നിർത്തി അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. അതൊന്നും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ബാക്കിൽ ഇങ്ങനെ സൂര്യനൊക്കെ ആയിട്ട് നെല്ലും ഗോൾഡൻ കളറൊക്കെ ആയിട്ടായിരുന്നു നെല്ലെല്ലാം ഇരിക്കുന്നത്. അങ്ങനെ ഈ ഒരു കിട്ടിലും സൺസെറ്റ് കണ്ട് നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടു. അപ്പോൾ ചെഗാടിയിലോട്ട് പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോവുക, കണ്ട് ആസ്വദിക്കുക, വരിക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.